ഹലോ. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നേക്കുവാണ്. അങ്ങനെ വന്നത് ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ ഞാൻ അലക്കിയിട്ട തുണികളൊക്കെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുക. അപ്പം ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ നോക്കി അതൊക്കെ ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ പോയി കുളി അങ്ങോട്ട് പാസ്സാക്കി. പുളി പാസ്സാക്കിയിട്ട് അപ്പം ഉണ്ടാക്കിയപ്പോൾ ത്രികോണം എന്നും പറഞ്ഞ് അപ്പമൊക്കെ വന്നു. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് എനിക്ക് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്ന ഇഷ്ടമാണ്. സോ ഞാൻ തേങ്ങാപ്പാലും അപ്പം കൂടി കഴിച്ചു. പിന്നെ കിടന്നങ്ങോട്ട് ഉറങ്ങി. അയ്യോ, നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖം എൻ്റെ ദൈവമേ. ഈ ഉറക്കം ഇപ്പോൾ കാണിക്കുന്നത് വെറുതെ ചുമ്മാ അഭിനയമാണേ. അതാണോ ഇല്ലെന്നൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അഭിനയമാണെന്ന്. എന്തായാലും ഞാൻ എൻ്റെ അഭിനയമൊക്കെ തകർത്തു. ബാക്കിയുള്ളതൊന്നും തകർത്തില്ല, ഉറങ്ങി അഭിനയിക്കുക. ഞാനാണ് മിടുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വന്ന് പാത്രമൊക്കെ കഴുകി അതിന് ചായ ഉണ്ടാക്കി, പഴംപൊരി വറുത്തല്ല ഫ്രോസൺ പഴംപൊരി ചൂടാക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാനതൊക്കെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിരുന്നു. റീഡിങ് കണ്ട് മടുത്ത് ഗൈസ്, നമുക്ക് കൊറിയൻ ഡ്രാമ കാണാം. ആ കൊറിയൻ ഡ്രാമ കാണുമ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ പ്രേമരോഗി ഉയർത്തെണീക്കുന്നത്. എനിക്ക് എന്താ പറയുക, ഇതുപോലെ വല്ല ഫേരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീമണൊക്കെ ഇത്രയും നല്ല ഡീമൺ ഉണ്ടാവുമെന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട് കൊറിയൻ ഡ്രാമ കാണുമ്പോൾ. എനിക്കിങ്ങനെ ഒരു ഡീമണെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ റൂംമേറ്റായിട്ട്. ഓ മൈ ഗോഡ്, ഇവിടെ നടക്കുന്നത് വേറെ പലതുമായിരിക്കും. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ. അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി സ്കിൻ കെയർ റുട്ടീൻസൊക്കെ അങ്ങോട്ട് ചെയ്യും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം. പോണതിന് മുമ്പായിട്ട് ഞാൻ ടോണറും സീറവും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നല്ല ഫേസൊക്കെ നല്ല ചപ്പി ആൻഡ് എന്താ പറയുക ബബ്ലി ആക്കി. നല്ല രസമാണ് ആഫ്റ്റർ സ്കിൻ കെയർ റുട്ടീൻ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല രസമല്ലേ സ്കിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിവേ അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി റെഡി ആവാൻ വേണ്ടി പോകണം. ഡ്യൂട്ടിക്ക് പോകണം. കാര്യം നോക്കുമ്പോൾ തന്നെ മടിയാവും, ഭയങ്കര പാടാന്നേ. എനിക്കിഷ്ടമല്ല ഡ്യൂട്ടിക്ക് പോകാൻ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. വീട്ടിലോട്ട് ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ വീട്ടിലോട്ട് കഞ്ഞി വെക്കാൻ വേണ്ടി പൈസ കിട്ടാനില്ല മോനെ. നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അധ്വാനിക്കണം. ഇപ്പം ഞാൻ കെയർ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് നൈറ്റിൽ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ യു കെയിലാണുള്ളത്. യു കെയിലായതുകൊണ്ടിട്ട് ഫാമിലി ഒന്നും അടുത്തില്ലാത്തതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വാനമ്പാടിനെ പോലെ നടക്കാം. എനിക്ക് എൻ്റെ ഒരു ഫാമിലി പോലും ഇവിടെ ഉണ്ട്. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ നാട്ടിൽ പോയേക്കുവാ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി അലോണാണ്. സോ ഞാൻ എൻ്റെ എന്താ പറയുക സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള എൻ്റെ ഹിസ്റ്ററിയാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ഫുൾ മേക്കപ്പ് ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ടിട്ട് വേറെ മേക്കപ്പിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ ചോടിക്കോളും. ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഐലൈനറും കൂടി സെറ്റ്. ഉറക്കത്തിൽ നിന്ന് അങ്ങനെ തന്നെ എണീറ്റ് പോയേക്കുക മടിച്ച്. അപ്പം ഞാൻ ഓർത്ത് ബെഡൊക്കെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ബെഡൊക്കെ വൃത്തിയാക്കി വിരിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു സമയമായി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഇതൊക്കെ വിരിക്കണമെന്ന്. പക്ഷെ നടക്കില്ല, അതിനുള്ള ബുദ്ധി വളർച്ച എനിക്കായിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? പിന്നെ മുടിയൊക്കെ ശരിയാക്കി, മുടിയൊക്കെ ചീവി സുന്ദരിയായി കെട്ടി ഒരു ഹെയർ ബാൻഡും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ മേക്കപ്പ് ആയിട്ടില്ല. ഇനി ലിപ്സ്റ്റിക്കും ഐലൈനറൊക്കെ വരാനുണ്ട്. കണ്ടോ, ഒരു പെൺകുട്ടിക്ക് ഡ്യൂട്ടി ആയിട്ട് റെഡിയായി പോകാൻ വേണ്ടി എന്തൊക്കെ പരിപാടികളാണ്. നിങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ എന്ത് സുഖമല്ലേ. പാൻ്റ് ഇടുക, ടോപ്പിടുക, ഇറങ്ങിപ്പോ. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചു ഇത് ഏതാ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കമൻറ്റ് പോലും എനിക്ക് ഇതിലായിട്ടും വരാത്തത് കൊണ്ടിട്ടും ഇതെൻ്റെ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടിട്ടും എനിക്ക് ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പണിയെടുക്കാതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ജീവിക്കാം എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്തായാലും ഏകദേശം എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു വാല് കൂടി ഇട്ട സെറ്റ്.
പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു മോനെ. എനിക്ക് ഇഷ്ടമല്ല ഇതിലോട്ട് കയറുമ്പോഴേ ഞാൻ ആ റെസ്റ്റോറൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഓർക്കും. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളും വെക്കണ്ടേ, അതുകൊണ്ടിട്ട് ഇതൊക്കെ ഇട്ടേ പറ്റൂ. അപ്പോൾ ഫുഡ് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് പോകും. അല്ലെങ്കിൽ എനിക്ക് കെയർ ഹോമിൽ ചെന്നിട്ട് പണിയെടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ ചോറ് 3 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച ചോറ് ഫ്രിഡ്ജിൽ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്ക് എന്തോരം ചോറ് ബാക്കിയെന്ന് അറിയും. ചോറും കറിയൊക്കെ 3-4 ദിവസം മുമ്പ് ഉണ്ടാക്കിയാൽ തീരണില്ല. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, പിന്നെന്താ ഉള്ളത്, പിന്നെ ബീട്രൂട്ട് കറി ഉണ്ട്, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, പിന്നെ മറ്റേ സാധനം എന്താ അതിൻ്റെ പേര്, എരിശ്ശേരി, പിന്നെ നമ്മുടെ മറ്റേ അച്ചാർ. ഇത്രയുമാണ് നമുക്കിന്ന് കറിയായിട്ടുള്ളത്. ഈന്തപ്പഴം ആൻഡ് നാരങ്ങ അച്ചാർ, അതാണ് നമ്മുടെ കറി. എന്തായാലും അതൊക്കെ കൂട്ടി ഞാൻ കൂട്ടൊക്കെ കഴിച്ച് ലാവിഷ്. പിന്നെ മൈക്രോവേവ് വെച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും മൈക്രോവേവ് ഒന്നുമില്ല. ഭയങ്കര പാടാണ്. അപ്പോൾ ആ നേരത്തിനുള്ളിൽ ഞാൻ കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ നിറച്ച് വെക്കുക. ഈ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ കൊണ്ടുപോകും. അതിൽ കുറച്ച് ചിയാ സീഡൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകും. അന്നൊന്നും കുറയുന്നില്ല, അന്ന് തിന്ന് ചക്ക പോലെ ഞാൻ ഇരിക്കുവാണെങ്കിൽ വീട്ടിലും കുറവില്ല, അങ്ങനെ കുറവില്ല. എന്തെങ്കിലും ചെയ്യാൻ എന്നിട്ട് ആ ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉഷാറായിട്ട് പോകും. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ? ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാറുള്ളത്? എന്ത് പറയാനാണ്, ഇടയ്ക്കിടയ്ക്ക് കുറച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് മുറുക്കും കൂടി കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം ഉഷാറായി. 7 മണിയാവാറായി. 7:30 ഡ്യൂട്ടി തുടങ്ങുന്നത്. വേഗം ഞം വെക്കാം. പക്ഷെ അപ്പോഴും കൊറിയൻ സീരീസ് എൻ്റെ ഒരു വികാരം കണ്ടിട്ട് അത് വിട്ടൊരു കളിയില്ല. കൊറിയൻ സീരീസൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളവും ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വരും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി. എനിക്ക് സ്വന്തമായിട്ട് കാറില്ലാത്തതുകൊണ്ടിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോവുക. അത് അവർ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ലോക്ക് ചെയ്ത് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അവന് ഫോൺ വന്നു.